الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അല്ലാഹു തആല ഖൈറും ബറക്കത്തും നമ്മിതെല്ലാം ധാരാളമായി വർഷിക്കുമാറാവട്ടെ. ഈ പുണ്യ ദിനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളെയും പരിപൂർണാർത്ഥത്തിൽ സ്വീകരിക്കുകയും പൂർണ്ണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ദുൽഹിജ്ജ മാസത്തിലെ 2-ാം ദിവസത്തിലാണ് നാം ഇന്നുള്ളത്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഹജ്ജുള്ള മാസമായതുകൊണ്ടാണ് ദുൽഹിജ്ജ എന്ന് പേര് വന്നത്. ഹജ്ജുള്ളത് എന്നാണ് ദുൽഹിജ്ജ എന്ന വാക്കിന് അർത്ഥം. ഹജ്ജിന്റെ കർമ്മങ്ങൾ മുഴുവനായും നടക്കുന്നത് ഈ മാസത്തിലെ ഏതാനും ദിവസങ്ങളിലാണ്. ദുൽഹിജ്ജ 8-ന് ഹാജിമാർ തങ്ങളുടെ ടെന്റുകളിൽ, റൂമുകളിൽ ഒരുക്കങ്ങൾ ആരംഭിച്ച് അന്ന് വൈകുന്നേരത്തോടെ അവർ മിനായിലേക്ക് എത്തുന്നു. 9-ന് അറഫയിലേക്ക് പുറപ്പെടുന്നു. അന്ന് രാത്രി മുസ്ദലിഫയിൽ രാത്രി താമസിക്കുന്നു. 10-ന് രാവിലെ വീണ്ടും മിനായിലേക്ക് അവർ തിരിച്ചു വരുന്നു. 11, 12, 13 ദിവസങ്ങളിൽ മിനായിൽ തന്നെ താമസിക്കുകയും അതിനിടയിൽ ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ 8 മുതൽ 13 വരെ, ഏറ്റവും മിനിമത്തിലാണെങ്കിൽ 9 മുതൽ 12 വരെ ആണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുന്നത്. 12-ന് അത്യാവശ്യമുള്ളവർക്ക് പോകാമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു. ഫമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇസ്മ അലൈഹി. ധൃതിക്കൂട്ടി ഒരാൾ പോകുന്നുവെങ്കിൽ അവന് കുറ്റമില്ല എന്നാണ് ആ ആയത്ത് അല്ലാഹു തആല പഠിപ്പിച്ചത്. 8-ന് എത്താത്ത ആളുകൾക്ക് പ്രശ്നമില്ല. 9-ന് രാവിലെ അല്ലെങ്കിൽ 9-ന് പകൽ സമയത്ത് അറഫയിൽ ഏതെങ്കിലും സമയത്ത് വന്നാൽ തന്നെ അവരുടെ ഹജ്ജ് ശരിയാകുമെന്നാണ്. ഏതാണെങ്കിലും ദുൽഹിജ്ജയിലെ
8 മുതൽ 13 വരെയുള്ള 6 ദിവസങ്ങളിലാണ് ഹജ്ജിന്റെ മുഴുവൻ കർമ്മങ്ങളും നടക്കുന്നത്. ഹജ്ജ് മാത്രമല്ല, ഉമ്മഹാത്തുൽ ഇബാദ, മുഖ്യമായ ആരാധനാ കർമ്മങ്ങളെല്ലാം സംഗമിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. അതാണ് ദുൽഹിജ്ജയ്ക്കുള്ള പ്രത്യേകത. അതിൽ തന്നെ ആദ്യ ദിനങ്ങൾക്കുള്ള സവിശേഷത. എന്തുകൊണ്ട് മറ്റു മാസങ്ങൾക്കില്ലാത്ത പ്രത്യേകത ദുൽഹിജ്ജക്കും അതിന് ആദ്യ 10 ദിവസങ്ങൾക്കും വന്നതിന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് നൽകുന്ന വിശദീകരണം കാണാം. അദ്ദേഹം പറഞ്ഞത്, ഈ ദിവസങ്ങളിലാണ് മുഴുവൻ ഇബാദത്തുകളും സംഗമിക്കുന്നത്. നോമ്പുണ്ട്, നിസ്കാരമുണ്ട്, നിർബന്ധദാനമായ സക്കാത്തും അല്ലാത്തദാനമായ സദഖയുമുണ്ട്, ഹജ്ജുണ്ട്, ഉംറയുണ്ട്, അതോടൊപ്പം ഇനി മറ്റു അമലുകൾ എല്ലാ സമയത്തും ഉള്ളത് അവയെല്ലാം ഉണ്ട്, ബലികർമ്മവുമുണ്ട്. ഇതിലെ മുഖ്യമായ ഇബാദത്തുകൾ, ഉമ്മഹാത്തുൽ ഇബാദ, മുഖ്യമായ ഇബാദത്തുകൾ എല്ലാം കൂടെ സംഗമിക്കുന്ന മറ്റു സന്ദർഭം ഒരു വർഷത്തിൽ വേറെ ഇല്ല. ബാക്കി എല്ലാം ഉണ്ടാകുമ്പോഴും ഹജ്ജുണ്ടാവുകയില്ല. ഇത് ഹജ്ജും സംഗമിക്കുന്നു, എല്ലാം കൂടെ സംഗമിക്കുന്ന സമയമായതുകൊണ്ടാണ് ഈ ദിവസങ്ങൾക്ക് പ്രത്യേകമായ മഹത്വമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫജ്റിൽ ഈ 10 ദിവസങ്ങളെ വെച്ച് സത്യം ചെയ്തുകൊണ്ടാണല്ലോ പറഞ്ഞത്, വൽ ഫജ്ർ വലയാലിൻ അശർ വശഫ്ഇ വൽ വത്ർ വല്ലൈലി ഇലാ യസ്ർ ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജ്ർ. അല്ലാഹു തആല സത്യം ചെയ്തു പറഞ്ഞു. പറയാൻ പോണ കാര്യം എന്താണ്? ആദ്യ സമൂഹം, സമൂഹ സമൂഹം അടക്കമുള്ള ഫിർഔൻ അടക്കമുള്ള ആളുകളെല്ലാം നശിപ്പിച്ച ആ ചരിത്രം അല്ലാഹു തആല ശേഷം പറയുന്നത്. പക്ഷെ അത് പറയുന്നതിന് മുമ്പായി അത് സത്യം ചെയ്ത് പറഞ്ഞു, വൽ ഫജ്ർ, ഫജ്ർ തന്നെയാണ് സത്യം, പ്രഭാതം തന്നെയാണ് സത്യം. ഇരുട്ട് നീങ്ങി പുതിയൊരു വെളിച്ചത്തിലേക്ക് കടക്കലാണല്ലോ പ്രഭാതം. ആ പ്രഭാതമാണ് സത്യം. വലയാലിൻ അശർ, 10 രാത്രികൾ തന്നെയാണ് സത്യം. 10 രാത്രികൾ തന്നെയാണ് സത്യമെന്നാണ്. അല്ലാഹു തആല ഒരു കാര്യം കൊണ്ട് സത്യം ചെയ്ത് പറയണമെങ്കിൽ അതിൽ മാത്രം മഹത്വം അതിനുണ്ടാകണം. അപ്പോൾ ആ പടച്ച റബ്ബ് സത്യം ചെയ്ത് പറയുക. 10 രാത്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ്ജയിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഏതാണ്ട് എല്ലാവരും ഏകോപിച്ചു പറഞ്ഞ കാര്യമാണ്. ആ ദിവസങ്ങളിലാണ് നാം ഉള്ളത്. എന്നിട്ട് വശഫ്ഇ വൽ വത്ർ, ഒറ്റയും ഇരട്ടയും തന്നെയാണ് സത്യം, വല്ലൈലി ഇലാ യസ്ർ, സഞ്ചരിച്ചു പോകുന്ന രാത്രി തന്നെയാണ് സത്യം എന്നൊക്കെ പറഞ്ഞ് ഈ സത്യങ്ങൾക്ക് ശേഷമല്ല പറഞ്ഞു, ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജ്ർ. ബുദ്ധിയുള്ള ആളുകൾക്ക്, ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ സത്യത്തിന് വകയില്ലേ എന്നാണ് അല്ലാഹു ശേഷം ചോദിക്കുന്നത്. എന്നിട്ടാണ് പറഞ്ഞത്, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ്. നീ കണ്ടില്ലേ ആദുകാരെ എങ്ങനെയാണ് നിന്റെ റബ്ബ് ചെയ്തത് എന്ന് നിനക്കറിയില്ലേ? ശേഷം സമൂദിനെ പറഞ്ഞു, അതിനുശേഷം ഫിർഔനെ പറഞ്ഞു, എന്നിട്ട് ഒന്നിച്ചു പറഞ്ഞു, അല്ലദീന തഗൗ ഫിൽ ബിലാദ്, നാടുകളിൽ അതിക്രമങ്ങൾ പ്രവർത്തിച്ച, തോന്നിവാസങ്ങൾ ചെയ്ത, പടച്ച റബ്ബിന്റെ കൽപ്പനകളെ ധിക്കരിച്ച ഈ പറയപ്പെട്ട ആളുകൾ, അവരെയെല്ലാം നിന്റെ റബ്ബ് എന്താണ് ചെയ്തത് എന്ന് നീ കണ്ടില്ലേ? വസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്, ശിക്ഷയുടെ ചമ്മട്ടിയാണ് അല്ലാഹു തആല അവർക്ക് മേൽ വർഷിച്ചത് എന്നാണ് ശേഷം അല്ലാഹു പറയുന്നത്. സഹോദരങ്ങൾ, ചില പാഠങ്ങൾ അതിലുണ്ട് എന്നർത്ഥം. അപ്പൊ കഴിഞ്ഞകാല സമുദായങ്ങളെ പരാമർശിച്ചുകൊണ്ട് ഫിർഔനും സമൂദും ആദും അടക്കമുള്ള ലോകങ്ങളുടെ തെമ്മാടികൾ അല്ലാഹു തന്നെ പ്രയോഗിച്ചത് അല്ലദീ ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ് എന്നാണല്ലോ. അവരെ പോലുള്ളവർ നാടുകളിൽ വേറെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. അത്രയേറെ എല്ലാ ധിക്കാരത്തിന്റെയും മകുടോദാഹരണമായി മാറിയ, എല്ലാ ധിക്കാരങ്ങളുടെയും പ്രതീകമായി മാറിയ ആ മനുഷ്യന്മാരെ റബ്ബ് ചെയ്ത അദാബ് നീ കണ്ടില്ലേ? അതിന് ഈ 10 രാത്രികൾ തന്നെയാണ് സത്യം. വലയാലിൻ അശർ, ഈ 10 രാത്രികൾ തന്നെയാണ് സത്യം എന്ന് അല്ലാഹു തആല സത്യം ചെയ്തു പറഞ്ഞത് ഈ ദിവസങ്ങളെ കൊണ്ടാണ്. അല്ലാഹു അത്രയേറെ മഹത്വം ഈ ദിവസങ്ങൾക്ക് കൽപ്പിച്ചിട്ടുണ്ട് എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദിവസങ്ങളുടെ ശ്രേഷ്ഠതയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ സമ്പത്തും ശരീരവുമായി ഇറങ്ങി പുറപ്പെടുന്നു ജിഹാദിന് വേണ്ടി, എന്നിട്ട് ഒന്നും ബാക്കിയാകുന്നില്ല, ആ സമ്പത്ത് മുഴുവനായും അല്ലാഹുവിന്റെ മാർഗത്തിൽ അവൻ ചെലവഴിക്കുന്നു, ശരീരം പൂർണ്ണമായും
അല്ലാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ച് ഷഹീദാകുന്നു. ഈ മനുഷ്യൻ മാത്രമാണ് ഈ ദിവസങ്ങളിൽ അമൽ ചെയ്യുന്ന ഒരാളേക്കാൾ അപ്പുറത്തേക്ക് എത്തുക. അല്ലാത്ത ഒരാളും ഇതിനേക്കാൾ മേൽ മഹത്വം ഉണ്ടാവുകയില്ല എന്നാണ്. ഈ ദിവസങ്ങളിൽ അമൽ ചെയ്യുന്നത് പടച്ച റബ്ബിന് അത്രയേറെ ഇഷ്ടമാണ്. മറ്റേത് അമലിനേക്കാളും, മറ്റേത് ദിവസങ്ങൾ ചെയ്യുന്ന അമലിനേക്കാളും അള്ളാഹുവിന് ഇഷ്ടമാണ് ഈ ദിവസങ്ങളിലെ അമല്. ഒരു മനുഷ്യനൊഴികെ അവൻ സമ്പത്തുമായി ശരീരവുമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ടു, ഒന്നും തിരിച്ചെടുക്കാനുണ്ടായില്ല. അത് പൂർണ്ണമായും റബ്ബിന്റെ മാർഗത്തിൽ അവൻ ചെലവഴിച്ചു. അവൻ മാത്രമാണ് ഇതിനേക്കാൾ അപ്പുറത്തേക്ക് എത്തുക. അല്ലാത്തവരാരും ഇതിനോളം എത്തുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു, റമദാനിലെ അവസാനത്തെ 10 രാത്രികൾ, 10 ദിവസങ്ങൾ, അത് കഴിഞ്ഞാൽ ഏറ്റവും മഹത്വമേറിയത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്നാണ്. ആ ദിവസങ്ങളിലാണ് നാം ഉള്ളത് എന്ന ആ ഓർമ്മയാണ്, ബോധമാണ് ഈ സമയത്ത് നമുക്കുണ്ടാവേണ്ടത്. ഈ മാസം പവിത്രമാണ്. ഈ മാസത്തിലെ ദിവസങ്ങൾ പ്രത്യേകം ശ്രേഷ്ഠമാണ്. 4 മാസം പവിത്രമാണെന്ന് അല്ലാഹു വിശുദ്ധ ഖുർആൻ സൂറത്തുൽ തൗബയിൽ പരിചയപ്പെടുത്തി. മിൻഹാ അർബഅത്തുൻ ഹുറും, 12 മാസങ്ങളിൽ 4 മാസം പവിത്രമാണ്. അതിൽപ്പെട്ട ഒന്ന് ദുൽഹിജ്ജയാണ്, മറ്റൊന്ന് ദുൽഖഅദയാണ്, മറ്റൊന്ന് മുഹറമാണ്, 4ാമത് റജബുമാണ്. ഈ 4 മാസങ്ങൾ പവിത്രമായ അർബഅത്തുൻ ഹുറും, പവിത്രമായ ഹുർമത്തുള്ള മാസം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 4 മാസങ്ങളെ പറ്റി പഠിപ്പിച്ചത്. അതിൽപ്പെട്ട മാസമാണ് ദുൽഹിജ്ജ മാസം. അതോടൊപ്പം ഹിജ്റ വർഷത്തിലെ 12ാമത്തെ മാസമാണ്, അവസാനത്തെ മാസമാണ് ദുൽഹിജ്ജ. ആ ദുൽഹിജ്ജയോട് കൂടി ഒരു വർഷം കൂടി കടക്കുന്നു. ഇനി മുഹറമിലേക്ക് കടക്കുകയാണ്. മുഹറം പുതുവർഷമാണ്, പുതിയ മാസമാണ്. ഹിജ്റ കലണ്ടർ പ്രകാരം അവസാനത്തെ മാസം കൂടിയാണ് ദുൽഹിജ്ജ. അതോടൊപ്പം ഏറ്റവും അധികം ആളുകൾ റബ്ബിലേക്ക് കൈകൾ ഉയർത്തുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. നബി തങ്ങൾ പറഞ്ഞു, അറഫ, ഏറ്റവും ഖൈറായ പ്രാർത്ഥന അറഫയിലെ പ്രാർത്ഥനയാണ് എന്നാണ്. ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ അറഫയിൽ വന്ന് റബ്ബിലേക്ക് കൈ ഉയർത്തി യാ റബ്ബി യാ റബ്ബി എന്ന് വിളിക്കുന്ന അതുപോലെ സന്ദർഭം ഒരു വർഷത്തിൽ വേറെ ഇല്ല. അറഫ, ഏറ്റവും ഖൈറായ പ്രാർത്ഥന അറഫയിലെ പ്രാർത്ഥനയാണ്. അല്ലാഹു തആല മലക്കോട് അന്ന് അഭിമാനം പറയുമെന്ന് ഹദീസിൽ കാണാം. യുബാഹി ബിഹിമുൽ മലായിക, മലക്കോട് അല്ലാഹു തആല അഭിമാനപൂർവ്വം എടുത്തു പറയും, കണ്ടോ എന്റെ അടിമകൾ, അവര് പൊടി പിടിച്ചവരായി, അവർ ഒരേ വേഷം സ്വീകരിച്ചവരായി എന്റെ മുമ്പിലേക്ക് ഇതാ വന്നിരിക്കുന്നുവെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കോട് അഭിമാനം പറയും. കാരണം മുമ്പ് മനുഷ്യന്മാർ സൃഷ്ടിക്കുന്നുവെന്ന തീരുമാനം മലക്കളെ അറിയിച്ചപ്പോൾ അന്ന് മലക്കൾ ചോദിച്ച ചോദ്യമുണ്ട്, അപ്പൊ എന്തിനാണ് ലിമതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ, രക്തം ചിന്തുന്ന, കുഴപ്പമുണ്ടാക്കുന്ന ഒരു ജനവിഭാഗത്തെ എന്തിനാണ് നീ സൃഷ്ടിക്കുന്നത്? വനഹ്നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്, ഞങ്ങൾ തന്നെ തസ്ബീഹ് ചെയ്യുന്നുവല്ലോ, തഖ്ദീസ് ചെയ്യുന്നുവല്ലോ, പിന്നെന്തിനാണ് മറ്റൊരു ജനവിഭാഗത്തിനെ ഉണ്ടാക്കുന്നത് എന്ന് അന്ന് മലക്കൾ ചോദിച്ചു. അന്ന് റബ്ബ് കൊടുത്ത മറുപടി, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാമെന്ന് മാത്രമാണ്. ആ മനുഷ്യന്മാരിതാ റബ്ബിലേക്ക് വന്നിരിക്കുന്നു. അല്ലാഹു പറഞ്ഞ വേഷം സ്വീകരിച്ചുകൊണ്ട്, അല്ലാഹു പറഞ്ഞ നിയമങ്ങളെ പാലിച്ചുകൊണ്ട്. സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, സുഗന്ധം ഉപയോഗിക്കുന്നില്ല. ചുറ്റത്തുണിയ വസ്ത്രം ഉടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, അത് ഉടുക്കുന്നില്ല. ലൈംഗിക ബന്ധങ്ങൾ പാടില്ലെന്ന് പറഞ്ഞു, അത് മാറ്റിവെച്ചിരിക്കുന്നു. അങ്ങനെ അല്ലാഹു തആല എന്തെല്ലാം പറഞ്ഞുവോ അതെല്ലാം പാലിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായും യാത്ര ചെയ്ത് കാൽനടയായും വാഹനങ്ങളിലായുമെല്ലാം അവിടെ വന്ന് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, റബ്ബേ നിന്റെ വിളിക്കുക ഉത്തരം ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നുവെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ലക്ഷക്കണക്കായ മനുഷ്യന്മാർ ഒരു അറഫാ മൈതാനിയിൽ വന്നുകൂടി റബ്ബിലേക്ക് കൈയും നീട്ടി യാ റബ്ബി യാ റബ്ബി എന്ന് പറയുമ്പോൾ അല്ലാഹു പറയും, കണ്ടോ മലക്കളെ, എന്റെ അടിമകൾ, അവരിതാ സുഖസൻ ഗുബറ, അവരൊക്കെ പൊടി പിടിച്ചവരായി, മുടി ജടകുത്തിയവരായി അവരിതാ വന്നിരിക്കുന്നു. എന്റെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട്, എന്റെ മഗ്ഫിറത്ത് ആഗ്രഹിച്ചുകൊണ്ടിതാ വന്നിരിക്കുന്നുവെന്ന് മലക്കുകൾ അല്ലാഹു തആല അഭിമാനപൂർവ്വം എടുത്തു പറയുന്ന, ഊറ്റം കൊള്ളുന്ന ദിവസമാണ് എന്നാണ് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നത്. അതെല്ലാം സംഭവിക്കുന്നത് ഈ ദിവസങ്ങളിലാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യമുണ്ട്, ദിക്റുകൾക്ക് പ്രാധാന്യമുണ്ട്, എല്ലാ അമലുകൾക്കും പ്രാധാന്യമുണ്ട്. നബി ഞങ്ങളെ പഠിപ്പിച്ചത് ഏത് അമലും അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ഏത് അമലും നമുക്ക് വർദ്ധിപ്പിക്കാം. പൊതുവായ എല്ലാ അമലിനും മഹത്വമുണ്ട്. പ്രത്യേകമായി ഇന്ന അമല് എന്ന് ഈ 10 ദിവസങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. പ്രത്യേക നോമ്പ് പഠിപ്പിച്ചത് അറഫ നോമ്പാണ്.
പ്രത്യേകമായ നിസ്കാരം പഠിപ്പിച്ചത് പെരുന്നാൾ നമസ്കാരം ദുൽഹിജ്ജ 10-നാണ്. പ്രത്യേകമായ അറിവ് പഠിപ്പിച്ചത് ഉദ്ഹിയ്യത്ത് ബലികർമ്മമാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ മുഴുവനും ഏത് അമലും ഒരാൾക്ക് വർദ്ധിപ്പിക്കാം. നബി തങ്ങളുടെ പ്രയോഗം അതാണ്, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹി അഹബ്ബു ഇലല്ലാഹ് എന്നാണ്. ഈ ദിവസങ്ങളെക്കാൾ ഏറെ അല്ലാഹു തആലാക്ക് ഏറ്റവും അധികം പ്രിയപ്പെട്ട അമൽ ചെയ്യാവുന്ന മറ്റു ദിവസങ്ങളില്ല. മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ, ഈ 10 ദിവസങ്ങളെക്കാൾ ഏറെ. മറ്റു റിപ്പോർട്ടിൽ കാണാം ഫഅക്സിറു ഫീഹിന്ന മിനത് തഹ്ലീൽ, അതിനാൽ ആ ദിവസങ്ങളിൽ നിങ്ങൾ വർദ്ധിപ്പിക്കുക മിനത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്. ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ 5446 നമ്പറായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ വർദ്ധിപ്പിക്കുക മിനത് തഹ്മീദ്, അൽഹംദുലില്ലാഹ് വർദ്ധിപ്പിക്കുക, വത്തക്ബീർ അല്ലാഹു അക്ബർ വർദ്ധിപ്പിക്കുക, വത്തഹ്മീദ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് നിങ്ങൾ വർദ്ധിപ്പിക്കുക. തഹ്ലീൽ, തക്ബീർ, തഹ്മീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹ് എന്നിവ നിങ്ങൾ ഈ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി കാണാൻ കഴിയുന്നത്. മറ്റു ഹദീസിൽ പൊതുവായിയാണ് പറഞ്ഞത് ഏത് അമലുമെന്നാണ്. മൽ അമലു ഫി അയ്യാമിൽ അശ്രി അഫ്ളല മിനൽ അമൽ എന്നാണ്. ഈ ദിവസങ്ങളുടെ അമലിനേക്കാൾ ഏറെ മറ്റു ദിവസത്തിലും ഒരു അമലും അഫ്ളലല്ല എന്ന് പൊതുവായി പഠിപ്പിക്കുന്നു. അപ്പൊ ഏത് അമലും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ്. പ്രത്യേകിച്ചും ദിക്റുകൾ, തസ്ബീഹുകൾ, തഹ്മീദുകൾ, തക്ബീറുകൾ, തഹ്ലീലുകൾ ഇതെല്ലാം വർദ്ധിപ്പിക്കാൻ പ്രത്യേകിച്ചും പ്രേരിപ്പിക്കപ്പെട്ട ദിവസങ്ങളാണ്. ആ നിലക്കുള്ള സന്ദർഭത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. എവിടെയും ലാഭമുണ്ടെന്നറിഞ്ഞാൽ, പ്രത്യേകമായ നേട്ടമുണ്ട് എന്നറിഞ്ഞാൽ അവിടെ ത്യാഗം ചെയ്ത് പ്രയാസപ്പെട്ട് അതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവരാണല്ലോ നമ്മളൊക്കെ ദുനിയാവിന്റെ കാര്യത്തിൽ. ഈ ആഖിറത്തിന്റെ വിഷയത്തിലും ഈ നിലക്കുള്ള ഒരു ശ്രദ്ധ ഉണ്ടാകണമെന്നാണ് സൂചിപ്പിക്കുന്നത്. അല്ലാഹു തആല എല്ലാ ഖൈറിന്റെ അവസരങ്ങളെയും ആത്മാർത്ഥമായി ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഏറ്റവും മഹത്വമേറിയ മറ്റൊരു അമലാണ് ഉദ്ഹിയ്യത്ത് അഥവാ ബലികർമ്മം. അല്ലാഹു തആലയുടെ പ്രീതിക്ക് വേണ്ടി അവൻ പഠിപ്പിച്ച രൂപത്തിലുള്ള ഒരു മൃഗത്തെ ബലിയറക്കുക, അതിന്റെ മാംസം സ്വയം ഭക്ഷിക്കുകയും മറ്റുള്ളവർക്ക് ഹദിയയായും സദഖയായും ഒക്കെ നൽകുകയും ചെയ്യുക, അതാണ് ഉദ്ഹിയ്യത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എല്ലാ കാലഘട്ടങ്ങളിലും ബലി ഉണ്ടായിട്ടുണ്ട്, വ്യത്യസ്തമായ രീതി. ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മക്കളുടെ കാലം മുതൽ തന്നെ അല്ലാഹുവിലേക്ക് അടുക്കുവാനായി ബലി നൽകിയതിനെ പറ്റി വിശുദ്ധ ഖുർആനിൽ പ്രയോഗങ്ങൾ കാണാൻ കഴിയും. ഇത് ഖറബ ഖുർബാനം ഫതഖബ്ബല മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ എന്ന് പറഞ്ഞു സൂറത്ത് മാഇദയിൽ അല്ലാഹു തആല ആ സംഭവം പരാമർശിക്കുന്നുണ്ട്. ഈ ഉമ്മത്തിന് അല്ലാഹു തആല നിശ്ചയിച്ച ബലി എന്നുള്ളത് ആടുമാട് ഒട്ടകങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ അറുക്കുക എന്നതാണ്. അത് ഏറെ മഹത്വമായി പഠിപ്പിക്കപ്പെടുന്നു. നിർബന്ധമല്ല, എന്നാൽ അങ്ങേയറ്റം ശക്തമായ പ്രബലമായ സുന്നത്തായി പഠിപ്പിക്കപ്പെടുന്നു. അതിനാൽ കഴിയുന്ന ആളുകൾ, സമയം വൈകി എന്നാലും കഴിയുന്ന ആളുകൾ ഇനിയും നമുക്കതിലേക്ക് മുന്നോട്ട് വരാൻ കഴിയും. ദുൽഹിജ്ജ പ്രവേശിക്കും മുമ്പേ തന്നെ ബലിക്ക് വേണ്ടി ഒരുങ്ങുകയും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്യണമെന്നാണല്ലോ. എന്നാലും ഒരു പക്ഷേ ശ്രദ്ധയിൽ വിട്ടുപോയി, ആലോചിച്ചില്ല, അല്ലെങ്കിൽ ഇപ്പോഴാണ് അതൊരു സാഹചര്യം ഒത്തുവന്നത് എന്നൊക്കെയാണെങ്കിൽ ഇനിയും അതിലേക്ക് ഒരാൾക്ക് ഒരുങ്ങാവുന്ന കാര്യമാണ്. സ്വഹാബിമാർക്ക് നേരത്തെ മൃഗങ്ങളെ വാങ്ങി അവരെ പ്രത്യേകമായി അതിന് ഭക്ഷണം കൊടുത്ത് അതിനെ പ്രത്യേകമായി പരിചരിച്ച് വളർത്തിക്കൊണ്ട് വന്നിട്ടാണ് അവർ അറുക്കാറുള്ളത് എന്ന് കാണാൻ കഴിയും. കുഞ്ഞാ നുസമ്മിൻ എന്നാണ്, ഞങ്ങൾ തീറ്റി കൊഴുപ്പിക്കുമായിരുന്നു ബലിമൃഗങ്ങളെ എന്ന് സ്വഹാബിമാർ പ്രത്യേകമായി
പറഞ്ഞത് കാണാൻ കഴിയും. അതുമായൊരു മാനസികമായ ബന്ധമുണ്ടായി അതിനെ പടച്ചറബിന് വേണ്ടി ബലി അർപ്പിക്കുമ്പോഴാണല്ലോ കുറച്ചുകൂടെ ത്യാഗമായി മാറുന്നത്. ഇന്ന് പലപ്പോഴും ഒന്നും അറിയുന്നില്ല. ഒരു ഗൂഗിൾ പേ സംവിധാനം വഴി പൈസ അയച്ചു കൊടുക്കുന്നു, അറക്കാനും വരുന്നില്ല, അതിൽ ഒന്നിലേക്കും ഇടപെടുന്നില്ല. ഒരു ബലി അർത്ഥം വെച്ചാൽ അർത്ഥം എന്ന് പറയാന്നല്ലാതെ മറ്റൊന്നുമില്ല. അത് ശരിയാവൂല എന്നല്ല, പക്ഷേ അതൊന്നും പോരാ. അതൊക്കെ അപ്പുറത്ത് കുറച്ചൊക്കെ നേരത്തെ ഒരുങ്ങി തയ്യാറായി ആ മൃഗത്തെ നമ്മളൊന്ന് ആ നിലയ്ക്ക് നേരത്തെ വാങ്ങി അതുമായി ഇടപെട്ടതൊന്നുമില്ലെങ്കിൽ അത് അറക്കുന്നിടത്തും വിതരണം ചെയ്യുന്നിടത്തും എങ്കിലും നമ്മുടെ ഇടപെടലും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടെങ്കിലും എന്തെങ്കിലും ത്യാഗം അത് ഉണ്ടാകുമ്പോഴാണ് അത് ശരിയായ ബലിയായി മാറുന്നത്. ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മകനെയാണ് അറുക്കാനായി ആവശ്യപ്പെട്ടത്. സന്നദ്ധമായി അല്ലാഹു തആല അത് സ്വീകരിച്ചു. റബ്ബ് പറഞ്ഞു, അത് സുദ്ദഖ്ത റുയ, താങ്കളുടെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് പറയുകയും മകനെ അറുക്കേണ്ടതില്ല, പകരം വഫദൈനാഹു ബിദിബ്ഹിൻ അളീം, മഹത്തായ മറ്ററിവ് നാം പകരമായി നൽകി എന്നാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ അതേക്കുറിച്ച് പരാമർശിച്ചത്. ആ ഒരു മാതൃകയാണ് ഈ ഉമ്മത്തിനും അല്ലാഹു തആല നിശ്ചയിച്ചു തന്നത്. അതുകൊണ്ട് അതിലേക്ക് ഇനിയും വരാൻ കഴിയുന്ന ആളുകൾ അങ്ങനെ തന്നെ പറയണം. ആടാണെങ്കിൽ ഒരാൾക്ക് മാത്രമാണ്, അതല്ല മാടുകളാണെങ്കിൽ 7 പേർക്ക് വരെ അതിൽ ഒന്നിച്ചു കൂടി അവർക്ക് അറുക്കാം. 2 ആൾ കൂടിയോ 3 ആൾ കൂടിയോ 4 പേര് ചേർന്നോ പരമാവധി 7 പേർ ചേർന്നോ ഒക്കെ ഒരു മൃഗത്തെ ബലിയെടുക്കാം. പശു അല്ലെങ്കിൽ മൂരി, കാള, പോത്ത് അടക്കമുള്ളവയാണെങ്കിൽ 7 പേർക്ക് വരെ അതിൽ പങ്കുചേരാം. ഒരാളായാലും മതി, 2 പേരായാലും മതി, 7 പേര് വേണം നിർബന്ധമൊന്നുമില്ല. പരമാവധി 7 പേർ, അഥവാ 7-1 ഒരാൾക്ക് വിഹിതം ഉണ്ടാകണം എന്നർത്ഥം. അല്ല ഒരാൾ തന്നെ മൃഗത്തെ വാങ്ങി മറ്റൊരുത്തം 100-200 രൂപ കൊടുത്തു അങ്ങനെ പങ്കുചേരലില്ല. മിനിമം 7-ൽ ഒരു അംശമെങ്കിലും എടുത്തുകൊണ്ടാണ് അതിൽ പങ്കുചേരേണ്ടത്. ഇനിയും അതിലേക്ക് തീരുമാനിക്കുന്ന ഒരാളുണ്ടെങ്കിൽ എപ്പോഴാണ് തീരുമാനിക്കുന്നത് അവിടെ മുതൽ പിന്നെ മുടിയും നഖവും ഒക്കെ എടുക്കാതിരിക്കുന്നത്. ദുൽഹിജ്ജ 1 മുതലാണ് അത് പാലിക്കേണ്ടത്. ഒരു പക്ഷെ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഒരാൾക്ക് സാഹചര്യം ഒത്തുവന്നു, ഒന്ന് പരിശ്രമിച്ചു, ബലിയെടുക്കാൻ കഴിയുമെന്ന സാഹചര്യം വന്നാൽ എപ്പോഴാണ് തീരുമാനമെടുക്കുന്നത് അവിടെ മുതൽ പിന്നെ മുടി മുറിക്കാതിരിക്കുക, നഖം മുറിക്കാതിരിക്കുക, ആ മൃഗത്തെ അറുക്കുന്നത് വരെ, പെരുന്നാൾ ദിവസം വരെ അല്ല, ആ മൃഗത്തെ അറുക്കുന്നത് വരെ. ദുൽഹിജ്ജ 10 അറക്കാം, 11 അറക്കാം, 12 അറക്കാം, 13 അറക്കാം. അയ്യാമുത്ത് തശ്രീഖ് എന്ന് പറയുന്ന യൗമുൻ നഹർ ദുൽഹിജ്ജ 10 അയ്യാമുത്ത് തശ്രീഖ് 11, 12, 13 ഈ ദിവസങ്ങളൊക്കെ അറബിന്റെ ദിവസങ്ങൾ തന്നെയാണെന്നാണ്. അയ്യാമുത്ത് തശ്രീഖ് മുഴുവൻ അറുക്കാൻ അനുവാദമുള്ള ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ ഏതു സമയത്തും അറുക്കാം, രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ല, എപ്പോഴും അറക്കാം. ഏതായാലും തന്റെ മൃഗത്തെ എപ്പോഴാണ് അറുക്കുന്നത് അതുവരെ ഈ മര്യാദകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക. അറുത്തു കഴിഞ്ഞാൽ അല്ലാഹു തആല 3 രൂപത്തിലാണ് പഠിപ്പിച്ചത്. ഒന്ന്, നമ്മൾ ഭക്ഷിക്കണം, കുലൂ മിൻഹ, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കണമെന്നാണ്. അറുത്തവൻ ഭക്ഷിക്കണം, അവന്റെ കുടുംബവും ഒരു വിഹിതം. അത് ഭക്ഷിക്കുക എന്നൊരു പ്രത്യേകമായ സുന്നത്തായ കാര്യമാണ്, വാജിബാണ് എന്ന് വരെ കർമ്മശാസ്ത്രത്തിൽ ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഏതെങ്കിലും നാട്ടിലേക്ക് ഒരു ബലിയൊന്നും പറഞ്ഞ് ആരെയോ പൈസ ഏൽപ്പിച്ചു കൊടുത്തു, അവിടെ അർത്ഥമൊന്നും അറിയില്ല, എപ്പോഴാ അർത്ഥമൊന്നും അറിയില്ല, എന്റെ മൃഗം ഏതാണെന്നും അറിയില്ല, അങ്ങനത്തെ ഒരു അനാസ്ഥ ഈ വിഷയത്തിൽ കാണിക്കാവതല്ല എന്നർത്ഥം. നമ്മൾ തന്നെ അതിൽ സാക്ഷികളാകുന്നു, കഴിയുമെങ്കിൽ നമ്മൾ തന്നെ അറുക്കുന്നു, അല്ലെങ്കിൽ അറവിന് സാക്ഷിയാകുന്നു. അതിൽ നിന്ന് ഒരു വിഹിതം നാമും കുടുംബവും ഭക്ഷിക്കുന്നു. ബാക്കിയുള്ളവ 2 വഴിക്ക്, ഒന്ന് ഹദിയ, മറ്റൊന്ന് സ്വതക്ക. ഹദിയ എന്ന് പറയുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ, അയൽവാസികൾ, ബന്ധുക്കൾ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ നമ്മുടെ വക ഒരു ഗിഫ്റ്റ്, അതാണ് ഹദിയ. സ്വതക്ക പാവങ്ങൾക്കാണ്, ഫഖീർ മിസ്കീൻ പോലെയുള്ള പാവങ്ങൾക്കാണ്. എല്ലാം സ്വതക്ക ചെയ്യണമെന്നില്ല, എല്ലാം ഹദിയാകണമെന്നുമില്ല. ഈ 3 വഴിക്ക് ഉണ്ടാകണമെന്നേ ഉള്ളൂ. സ്വയം ഭക്ഷിക്കുക, മറ്റൊരുക്ക് ഹദിയായി നൽകുക, മറ്റുള്ളവർക്ക് സ്വതക്കയായി നൽകുക. ഈ 3 രൂപത്തിൽ ഉണ്ടാകണം എന്ന് മാത്രം. തുല്യമായി വീതിക്കണമെന്നൊന്നും നിർബന്ധമായി എങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഏതാണെങ്കിലും അതൊക്കെ ആ അദബുകൾ പാലിച്ചുകൊണ്ട്, മര്യാദകൾ പാലിച്ചുകൊണ്ട് തന്നെ ചെയ്യാനാണ് നാം പ്രത്യേകമായി പരിശ്രമിക്കേണ്ടത്. ഏതു നന്മയിലും കഴിവിന്റെ പരമാവധി ഭാഗവാക്കാവാൻ നമ്മൾ പരിശ്രമിക്കുക. ഇനി വലർക്കാൻ കഴിയില്ല, വേണ്ട, അയാൾക്ക് മറ്റൊരുപാട് നന്മയുടെ വശങ്ങളുണ്ടല്ലോ, ആ നന്മയിലൊക്കെ ഭാഗവാക്കാവുക. നേരത്തെ പറഞ്ഞ പോലെ ദിക്റുകൾ, ദുആകൾ, തസ്ബീഹുകൾ, തക്ബീറുകൾ, തഹ്മീലുകൾ, തഹ്ലീലുകൾ, ഇതൊക്കെ ഈ ദിവസങ്ങൾ പ്രത്യേകമായി വർദ്ധിപ്പിക്കാൻ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഏത് നന്മക്കും പ്രത്യേകമായ മഹത്വമുള്ള ദിവസമാണ്. സർവോപരി നമ്മുടെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങൾ. നേരത്തെ സൂചിപ്പിച്ച ഹദീസ്, ഖൈറു ദുആഇ ദുആഉ അറഫ, ഏറ്റവും ഖൈറായ പ്രാർത്ഥന അറഫയിലെ പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാം, വഅഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യുന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു
ലാ ശരീക ലഹു. ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും അഫ്ളലായത്, ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു എന്ന പ്രഖ്യാപനമാണ്. കഴിഞ്ഞകാല പ്രവാചകന്മാരെല്ലാം പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രഖ്യാപനമെന്നാണ്. നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കുന്നതാണത്. തൗഹീദിന്റെ പ്രഖ്യാപനമാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു, അല്ലാഹു ലാ ഇലാഹില്ല, അവൻ ഏകനാണ്, അവന് യാതൊരു പങ്കുകാരുമില്ല എന്ന പ്രഖ്യാപനത്തെക്കാളും ശ്രേഷ്ഠമായ മറ്റൊരു പ്രഖ്യാപനമില്ല എന്ന് ആ ഹദീസിന്റെ ബാക്കിഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇമാം ബുഖാരി, മുസ്ലിം അടക്കം റിപ്പോർട്ട് ചെയ്ത തർക്കമില്ലാത്ത ഹദീസാണത്. വിശ്വാസമാണ് പ്രധാനമെന്നർത്ഥം. പഴയ കാലങ്ങളിൽ ബലികർമ്മങ്ങളെപ്പോലും അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അർപ്പിക്കുന്ന രീതികൾ ജാഹിലിയ്യ കാലത്തുണ്ടായിരുന്നു. ലാത്തക്ക് വേണ്ടി, ഉസ്സക്ക് വേണ്ടി, മനാത്തക്ക് വേണ്ടി, മറ്റു പലർക്കും വേണ്ടിയെല്ലാം മൃഗങ്ങളെ ബലിയർക്കുന്ന രീതികൾ, ബലിക്കല്ലുകൾ എല്ലാം ജാഹിലിയ്യ കാലത്ത് മക്കയിൽ വ്യാപകമായി ഉണ്ടായിരുന്നു. അതിന് മുൻകാല സമുദായങ്ങളും അതേപോലെ ബലികർമ്മങ്ങൾ റബ്ബല്ലാത്തവർക്ക്, സൃഷ്ടികൾക്ക് സമർപ്പിക്കുമായിരുന്നു. അവിടെയാണ് ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, നിന്റെ റബ്ബിന് വേണ്ടി നീ നിസ്കരിക്കുക, നിന്റെ റബ്ബിന് വേണ്ടി നീ ബലിയർപ്പിക്കുക എന്ന് അല്ലാഹു തആല പഠിപ്പിച്ചത്. ബലികർമ്മം ഇബാദത്താണ്. ഇബാദത്ത് പടച്ച റബ്ബിന്റെ മാത്രമാണ്. അല്ലാഹുവിന്റെ അല്ലാത്തൊരു ബലികർമ്മം ഇസ്ലാം അനുവദിക്കുന്നില്ല. ഏതു സൃഷ്ടിക്കാണെങ്കിലും ശരി, അമ്പിയാക്കളാവട്ടെ, മഹാന്മാരാവട്ടെ, ഖബറുകളാവട്ടെ, അല്ലാത്തവരാകട്ടെ, പടച്ച റബ്ബല്ലാത്ത ഒരു പടപ്പിന് വേണ്ടിയും ഒരു ബലി അർക്കുക എന്നത് ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് ബലി എന്ന ഇബാദത്തിൽ പങ്കു ചേർക്കലാണ്. ബലി ഇബാദത്താണ്, അത് റബ്ബിനാണ്. അതാണ് ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, നിന്റെ റബ്ബിന് വേണ്ടി നീ അറവ് നടത്തണം. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ നിസ്കാരം, എന്റെ ബലികർമ്മം, ഇന്ന സ്വലാത്തിന്റെ നിസ്കാരവും വനുസുകി എന്റെ ബലികർമ്മവുമെല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിനാണ്. ലാ ശരീക ലഹു, അവന് പങ്കുകാരില്ല. വബിദാലിക ഉമിർതു, അതിനാണ് എന്നോടുള്ള കൽപ്പന, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണ് എന്ന് എല്ലാ ദിവസവും ആവർത്തിച്ച് പ്രഖ്യാപിക്കാൻ നമ്മോട് കൽപ്പിച്ചുവെങ്കിൽ അതൊക്കെ വലിയ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. അത് ബലിയാണെങ്കിലും, സത്യം ചെയ്യലാണെങ്കിലും, പ്രാർത്ഥനയാണെങ്കിലും, സഹായാർത്ഥനയാണെങ്കിലും ഇബാദത്തായി വരുന്ന ഒന്നും ഒരു പടപ്പിലേക്കും പോയിക്കൂടാ. വഹ്ദഹു ലാ ശരീക ലഹു, അല്ലാഹു ഏകനാണ്, അവന് പങ്കുകാരില്ല. അത് ഉൾക്കൊണ്ടുകൊണ്ട്, ആ റബ്ബിന്റെ ഏകത്വത്തെ അംഗീകരിച്ചുകൊണ്ട്, അവൻ കൽപ്പിച്ച എല്ലാ നന്മയിലും മുന്നേറിക്കൊണ്ട് ശരിയായ വിശ്വാസികളായി ജീവിച്ചു പഠിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.